ഈശോംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? എന്ത് സന്തോഷമല്ലേ നിങ്ങളുടെ മുഖമൊക്കെ കാണുമ്പോൾ. എല്ലാവരും നല്ല മിടുക്കരായിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. സിസ്റ്ററിനും നല്ല സന്തോഷമാണ്. നമ്മളുടെ ഭാഗങ്ങളിലേക്ക് കടക്കുവാണ്. എത്രാമത്തെ ചാപ്റ്ററാണ് ഇന്ന് പഠിക്കേണ്ടത്? 12ാമത്തെ അല്ലേ? അതിൻ്റെ പേര് നോക്കിയായിരുന്നോ? എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? സഭ പരിശുദ്ധമാണ്. സഭ എങ്ങനെയാണ് പരിശുദ്ധമായിരിക്കുന്നത് എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ? ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പം കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോ, ഇന്നൊരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ, അങ്ങേക്ക് നന്മ ചെയ്യുന്നവരായി ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ സമയങ്ങളിൽ ഞങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ നിറവ് ഉണ്ടാകണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശവും അറിവിന് വെളിച്ചവും ഒക്കെയായി അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈ സമയങ്ങളിൽ മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇരുന്നോളൂ. നമ്മളുടെ ചാപ്റ്റർ 12ാമത്തെ ചാപ്റ്റർ പഠിക്കുകയാണ്. അതിനു മുമ്പ് സിസ്റ്റർ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച് കഴിഞ്ഞ ഭാഗം ഏതാണ്? ഏത് ഭാഗമാണ് പഠിച്ചത്? 11ാമത്തെ ചാപ്റ്റർ ഏതാണ്? സഭ ഏകമാണ് അല്ലേ? സഭ ഏകമാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ സഭയുടെ വിവിധ സവിശേഷതകളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു സഭയുടെ സവിശേഷതകൾ? നമ്മൾ ആദ്യ കുർബാന ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. എന്തൊക്കെയാണത്? സഭ ഏകമാണ്, സഭ പരിശുദ്ധമാണ്, സഭ ശ്ലൈഹികമാണ്, സഭ കാത്തോലികമാണ്, അതായത് സാർവത്രികമാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഈ ഭാഗം രണ്ടാമത്തെ സവിശേഷതയായ സഭ പരിശുദ്ധമാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സഭ എങ്ങനെയാണ് പരിശുദ്ധയായിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു വചനം വായിക്കാം അല്ലേ? എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 6ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 6, 1 മുതലുള്ള വചനങ്ങൾ. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ പൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. എന്താ നമ്മൾ വായിച്ചു കേട്ടത്? ഏശയ്യാ പ്രവാചകനുണ്ടായ വലിയ ഒരു ദർശനത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത് അല്ലേ? നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഭാഗമാണ്. ഒത്തിരി പ്രാവശ്യം കേൾക്കുകയും ഇങ്ങനെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ഭാഗമാണ്. നമുക്ക് ഈ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിനെ നമുക്കൊന്ന് വിലയിരുത്താം. നമുക്ക് നോക്കാം സഭ എങ്ങനെയാണ് പരിശുദ്ധയായിരിക്കുന്നതെന്ന്. ഏശയ്യാ പ്രവാചകന്റെ സ്വർഗീയ ദർശനമാണ്. ഇതിനകത്ത് സെറാഫുകൾ എന്താണ് അവർ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നത്? പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ എന്നല്ലേ? എന്നിട്ട് ഏശയ്യാ പ്രവാചകൻ എന്താ കണ്ടത്? മാലാഖമാരെ കണ്ടു. ഏശയ്യാ പ്രവാചകൻ എവിടെയായിരുന്നു? ദേവാലയത്തിൽ നിൽക്കുമ്പോൾ മാലാഖമാരുടെ ദർശനമുണ്ടായി. അവിടെ മാലാഖമാര് ദൈവത്തെ മുഴുവൻ സമയവും സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് അവിടെ ഉണ്ടായിരുന്നത്? ദൈവം ഉണ്ടായിരുന്നല്ലേ? അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു എന്ന്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധി ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഏശയ്യാ പ്രവാചകനും കണ്ടു. ഏശയ്യാ പ്രവാചകന് ദർശനമുണ്ടായി. എന്നിട്ടോ ഏശയ്യാ പ്രവാചകന് അവിടെ ഉണ്ടായ ദർശനം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും
അതായത് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും ഒരു തീക്കട്ട എടുത്ത് ഒരു സെറാഫ് യേശയ്യാ പ്രവാചകന്റെ അധരത്തിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, നിന്റെ മാലിന്യം മുഴുവൻ നീക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. അതായത് ആ ദേവാലയം എന്നത് സഭയാണ്. അതായത് ഒരു ദേവാലയത്തിൽ ദൈവം ഉണ്ട് എങ്കിൽ നമുക്കറിയാം അവിടെ മുഴുവൻ പരിശുദ്ധമായിരിക്കും അല്ലേ. ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മുടെ ദേവാലയത്തിലും ദൈവമില്ലേ? ഉണ്ടല്ലേ, സക്രാരിയിൽ ദൈവം വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശയ്യാ പ്രവാചകൻ ഉണ്ടായ ദർശനം നമ്മുടെ ദേവാലയത്തിലുമില്ലേ, നമ്മുടെ പള്ളിയിലുമില്ലേ? അങ്ങനെ നമ്മളറിയാതെ അദൃശ്യമായിട്ട് മാലാഖമാർ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ മുഴുവൻ സമയവും സ്തുതിച്ച് മഹത്വപ്പെടുത്തുക. അതായത് സ്വർഗത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതേ അവസ്ഥ തന്നെ, അതേ കാര്യം തന്നെ നമ്മുടെ പള്ളികളിലും നമ്മുടെ ദേവാലയത്തിലും ആവർത്തിക്കപ്പെടുകയാണ് ഓരോ സമയത്തും. ഒന്ന് ഓർത്തു നോക്കിയേ, സ്വർഗത്തിൻ്റെ ഭാഷ എന്താണ്? അവിടെ സ്തുതിപ്പ് മാത്രമേ ഉള്ളൂ. പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുള്ള ആ ഒരു സ്തുതിപ്പ് മാത്രമേ സ്വർഗത്തിലുള്ളൂ. അത് തന്നെയാണ് ഭൂമിയിലുള്ള നമ്മുടെ ദേവാലയത്തിലും കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പള്ളിയിലിരുന്ന് വർത്താനമൊക്കെ പറയാറില്ലേ? ഇല്ലേ? പ്രത്യേകിച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് സംസാരിക്കുന്നു, അതേപോലെ തന്നെ ദേവാലയമാണെന്നൊന്നും ഓർക്കാതെ ചില സമയത്തൊക്കെ സംസാരിച്ചിട്ടില്ലേ? അങ്ങനെ സംസാരിക്കുമ്പം അവിടെ കേൾക്കുന്ന മാലാഖമാരുടെ സ്തുതിപ്പുകൾക്ക് നമ്മളൊരു തടസ്സമാവുകയല്ലേ ചെയ്യുന്നത് അല്ലേ? ഈശോയ്ക്ക് അത് വിഷമമാകുകയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് തീരുമാനിക്കാം അല്ലേ, അവിടെ ഈ യേശയ്യാ പ്രവാചകൻ ഉണ്ടായ ദർശനം നമ്മുടെ ഓരോ ദേവാലയത്തിലും ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കും സംസാരിക്കാതെ ഭക്തിയോടെ മാലാഖമാരുടെ സ്തുതിപ്പോട് ചേർന്ന് നമുക്കും സ്തുതിച്ചുകൊണ്ടിരിക്കാം അല്ലേ ദേവാലയത്തിൽ. ഇതിൽ കണ്ടു നമ്മൾ സെറാഫുകളുടെ പ്രത്യേകതകൾ കണ്ടു. അവ 6 ചിറകുകൾ വീതമുള്ളവയായിരുന്നു. 2 കൊണ്ട് അവ പറക്കാൻ ഉപയോഗിച്ചു, 2 കൊണ്ട് പാദങ്ങൾ മറച്ചു, 2 കൊണ്ട് മുഖം മറച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഈ ബൈബിൾ വായിച്ചപ്പോൾ, നമ്മൾ ഈ വചനഭാഗം വായിച്ചപ്പോൾ നമ്മൾ കണ്ടത്. എന്നിട്ട് അവയുടെ ശബ്ദഘോഷത്താൽ പൂമുഖം മുഴുവൻ നിറഞ്ഞുവെന്ന്, അതായത് ലോകം മുഴുവനും ആ സ്തുതിപ്പുകൾ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം പരിശുദ്ധനാണ്. എന്താണ്? ദൈവം പരിശുദ്ധനാണ്. അതായത് ഈ പരിശുദ്ധനായ ദൈവമാണ് നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളും എന്താണ്? നമ്മളും ആരാണ്? നമ്മളും പരിശുദ്ധരാണ്. അതായത് ഇസ്രായേൽ ജനതയെ ആരായിരുന്നു വിളിച്ചത്? ആരാ? ദൈവം അല്ലേ. ദൈവം അവരെ ഒരടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു, ദൈവം വിളിച്ചു. ദൈവം പരിശുദ്ധനാണെങ്കിൽ ഇസ്രായേൽ ജനതയും പരിശുദ്ധരാണ്. നോക്കുക, അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ ഒന്ന് ചോദിക്കട്ടെ, പഴയ നിയമം, പഴയ ജനത, ഇതൊക്കെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ പുതിയ ജനത, പുതിയ നിയമം എന്നൊക്കെ പറയുമ്പോൾ ഈ പുതിയ ജനത ആരാണ്? സഭയല്ലേ, മിടുക്കര്. സഭയാണ് പുതിയ ജനത. ഈ പുതിയ ഇസ്രായേലായ നമ്മളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണല്ലേ. നമ്മൾ കണ്ടു കഴിഞ്ഞതാണത്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളും ആരാണ്? നമ്മളും പരിശുദ്ധരാണ്. കാരണം നമ്മെ വിളിച്ചവൻ പരിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ നമ്മളും സഭ മുഴുവനും പരിശുദ്ധരാണ്. ഇനി പൗലോസ്ലീഹ, നമുക്കിതിനുള്ള തെളിവ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. പൗലോസ്ലീഹ ഓരോ സമയത്തും ഓരോ സഭയിലെയും ക്രിസ്ത്യാനികളെ അഭിസംബോധന ചെയ്യുമ്പോഴും അവരോട് കത്തുകളിലൂടെ സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത്, കത്തെഴുതുമ്പോഴൊക്കെ പറഞ്ഞിരിക്കുന്നത് മിശിഹായിൽ വിശുദ്ധരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരും എന്നുള്ളതാണ്. ഈ ഒരു സംബോധനയാണ് പൗലോസ്ലീഹ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം തന്നെ എന്താ? നമ്മൾ ഈശോയിൽ വിളിക്കപ്പെട്ടവരാണ്, നമ്മൾ വിശുദ്ധരാകാനുള്ളവരാണ്, നമ്മൾ വിശുദ്ധരാണ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ഈ ഭാഗത്ത് നമ്മൾ എന്തൊക്കെ പോയിന്റുകളാണ് കാണുന്നതെന്ന്. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. രണ്ടാമത്തേത്, സഭ വിശുദ്ധയും വിശുദ്ധീകരിക്കപ്പെടേണ്ടവളുമാണ്. 3, വിശുദ്ധീകരണം ഈശോയിലൂടെ. 4, വിശുദ്ധീകരണം ദൈവവചനത്തിലൂടെ. 5, വിശുദ്ധീകരണം കൂദാശയിലൂടെ. പിന്നെ കൂദാശ അനുകരണങ്ങളിലൂടെയുള്ള വിശ്വാസം. ഇനി അവസാനത്തെ പോയിന്റ്, നോമ്പും പ്രാർത്ഥനയും ഉപവാസവും വഴിയുള്ള വിശുദ്ധീകരണം. ഇതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാമല്ലേ. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അതെങ്ങനെ എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാകുന്നത്? അപ്പോൾ കുറച്ച് പേരൊക്കെയല്ലേ നമ്മൾ വിശുദ്ധർ എന്ന് വിളിക്കുന്നത് അല്ലേ? വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ ഡൊമിനിക് സാവിയോ, ഇങ്ങനെ കുറച്ച് പേര് നമ്മൾ വിശുദ്ധരെന്ന് വിളിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും വിശുദ്ധരാണോ? അതാണ് ഈശോ പറയുന്നത്. ഈശോ നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് നമ്മളെ തിരഞ്ഞെടുത്ത ഈശോ ആരാണ്? പരിശുദ്ധനാണല്ലേ. ഈ ഒരു കാരണത്താൽ തന്നെ, അതായത് നമ്മൾ വിശുദ്ധരായിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. അത് എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്.
അതുകൊണ്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളും വിശുദ്ധരായി ജീവിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. ഇതിനുള്ള വചനങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിനെന്ന്. അതുപോലെ തന്നെ നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. അത് ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. അതുപോലെ തന്നെ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വചനം, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അപ്പം നമുക്കറിയാം, ഇങ്ങനെ കുറച്ച് പേര് മാത്രമല്ല വിശുദ്ധർ, അല്ലേ? അത് വളരെ മാതൃകാപരമായ ജീവിതം നയിച്ചവരും ഒരു തെറ്റുപോലും ചെയ്യാതെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരായി ജീവിച്ചവരെയാണ് സഭ വിശുദ്ധരെന്ന് വിളിച്ച് ഉയർത്തിയിരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ അതേ സ്ഥാനത്തേക്ക് തന്നെ ഉയർത്തപ്പെടുവാൻ വേണ്ടി നമ്മളെയും ദൈവം വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കും വിശുദ്ധരായിട്ട് തന്നെ ജീവിക്കാം. ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. സഭ വിശുദ്ധയും വിശുദ്ധീകരിക്കപ്പെടേണ്ടവളുമാണ്. സഭ വിശുദ്ധയും വിശുദ്ധീകരിക്കപ്പെടേണ്ടവളുമാണ്. നമുക്ക് നോക്കാം, നമ്മൾ ഓരോരുത്തരും ലോകം മുഴുവനും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടതാണെങ്കിൽ സഭയും എന്താണ്? വിശുദ്ധയാണ്, വിശുദ്ധീകരിക്കപ്പെടേണ്ടവളാണ്. നമുക്ക് നോക്കാം. അതായത് സഭ ഓരോ സമയം വിശുദ്ധയായിരിക്കുന്ന സമയത്തോടൊപ്പം തന്നെ സഭ മുഴുവൻ സമയവും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയാണ് ഇരിക്കുന്നത്. പരിശുദ്ധനായ ദൈവത്താലാണ് സഭ തിരഞ്ഞെടുക്കപ്പെട്ടത്, അല്ലേ? പഴയ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ പുതിയ ഇസ്രായേലായ സഭയെ ആരാണ് തിരഞ്ഞെടുത്തത്? ദൈവമാണ് തിരഞ്ഞെടുത്തത്. പരിശുദ്ധനായ ദൈവം ദൈവത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത് ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം, സഭയിൽ വസിക്കുന്നവരാരാണെന്ന് നോക്കാം. പരിശുദ്ധനായവൻ സഭയിൽ വസിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ സഭ നയിക്കപ്പെടുന്നു. ഇനിയോ അനേകം വിശുദ്ധരാൽ സഭ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ സഭ പരിശുദ്ധയാണ്. മനസ്സിലായോ സിസ്റ്റർ പറഞ്ഞത്? പരിശുദ്ധനായവനാലാണ് നയിക്കപ്പെടുന്നത്. സഭയെ നയിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. സഭ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാലാണ്? പരിശുദ്ധനായ ദൈവത്താലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് മാത്രമേ ഉള്ളൂ? സഭ മുഴുവനും വിശുദ്ധീകരിക്കപ്പെടുന്നത് അനേകം വിശുദ്ധരാൽ, പരിശുദ്ധരായ വ്യക്തികളാൽ സഭ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ സഭ എപ്പോഴും വിശുദ്ധയാണ്, അല്ലെങ്കിൽ പരിശുദ്ധയാണ്. ഇനി നോക്കാം, നമ്മളെയും സഭയെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കുന്നത് ആരാണ്? നമ്മളെ വിശുദ്ധീകരിക്കുന്നത്? ഈശോ, അല്ലേ? ഈശോയുടെ രക്തത്താലാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടത്. അത് നമുക്കറിയാം. നമ്മൾ 6-ാമത്തെ ചാപ്റ്ററിൽ കണ്ടതോർക്കുന്നുണ്ടോ? ഒരു വീഡിയോ കണ്ടതോർക്കുന്നുണ്ടോ ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ച്? കണ്ടു, അല്ലേ? കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുപോലും മുറിവേൽപ്പിക്കപ്പെടാത്തതായിട്ടില്ല. അവസാനം രക്തവും വെള്ളവും പോലും നമുക്ക് വേണ്ടി നൽകി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി. ഈശോയുടെ രക്തത്താലാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടത്. നമ്മൾ കണ്ടു, പഴയ നിയമത്തിൽ ആരെ ബലിയർപ്പിച്ചുകൊണ്ടായിരുന്നു അവർ പാപപരിഹാരം ചെയ്തത്? മൃഗങ്ങളെ, അല്ലേ? ബലിമൃഗങ്ങളെയായിരുന്നു പാപപരിഹാരത്തിനായി ബലിയർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ ബലിയിലൂടെ ദേവാലയവും മനുഷ്യരുമൊക്കെ വിശുദ്ധീകരിക്കപ്പെട്ടിരുന്നു എന്ന് അവർ കരുതിയിരുന്നു. അത് അവരുടെ കരുതലായിരുന്നു. നമുക്കറിയാം, നമ്മൾ കണ്ടു, പഴയ നിയമത്തിൽ നടന്നതൊക്കെ ഒരു പ്രതീകമായിരുന്നു എന്നല്ലേ? അതിൻ്റെ പൂർത്തീകരണം എവിടെയാണ്? ഈശോയിലൂടെയാണ് ഇതിൻ്റെ പൂർത്തീകരണം നടന്നത് എന്ന് നമുക്ക് അറിയാം. അതായത് പഴയ നിയമത്തിൽ പാപപരിഹാരത്തിനായി കുഞ്ഞാടുകളെ അല്ലെങ്കിൽ ബലിമൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലെ സഭയെ അല്ലെങ്കിൽ പുതിയ ജനതയെ മുഴുവനും വിശുദ്ധീകരിക്കുവാനായി പാപപരിഹാരത്തിനായിട്ട് അർപ്പിക്കപ്പെട്ടവനാണ് ആര്? ഈശോയുടെ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്നു. ഈശോ എന്ത് അടിമത്തത്തിൽ നിന്നുമാണ് നമ്മളെ മോചിപ്പിച്ചത്? പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും, പിശാചിൻ്റെ ദാസ്യത്വത്തിൽ നിന്നും, ആ ഒരു അടിമത്തത്തിലായിരുന്നു, പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു നമ്മളെ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചവനാണ്. ആ ഒരു വിശുദ്ധിയിലേക്ക് എടുത്തുയർത്തിയവനാണ്, ദൈവമക്കളാക്കി നമ്മളെ മാറ്റിയവനാണ് ഈശോ. അങ്ങനെ ഈശോയാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. ഈശോ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ബലിയർപ്പിച്ചത്? പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടിയായിരുന്നു ഈശോ ബലിയർപ്പിച്ചത്. അതായത് ഈശോ പിതാവിൻ്റെ ഹിതം നിറവേറ്റി മക്കളായ നമ്മളെ ഓരോരുത്തരെയും ആ ഒരു പരിശുദ്ധിയിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഈശോയുടെ ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈശോ ബലിയർപ്പിച്ചിരുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്ത പോയിന്റ്, വിശുദ്ധീകരണം ദൈവവചനത്തിലൂടെ. എങ്ങനെയാണ് വിശുദ്ധീകരണം ദൈവവചനത്തിലൂടെ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത്രയും സമയം നമ്മൾ കണ്ടു എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്ന് നമ്മൾ കണ്ടു.
അതേപോലെ തന്നെ സഭ ഓരോ നിമിഷവും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ സഭ എപ്പോഴും വിശുദ്ധയാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈശോയാലാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം, ദൈവവചനത്തിലൂടെ, നമ്മൾ വായിക്കുന്ന വചനത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ വീഡിയോ ഈ സമയത്ത് കാണാം. അതിനകത്ത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വചനഭാഗമാണ് നമ്മൾ കാണുവാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് ഈശോ ഒരാളെ സുഖപ്പെടുത്തുന്നുണ്ട്. അതെന്ത് പറഞ്ഞുകൊണ്ടാണ് എന്ന് നമുക്ക് ഈ സമയം നോക്കണം, ശരിക്കും നോക്കണം. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു തീവ്രത. അതായത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുഷ്ഠരോഗം എത്രമാത്രം വ്യക്തിയെ മനുഷ്യരിൽ നിന്നും അകറ്റി എന്നുള്ളത് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. ഈശോയുടെ കൂടെ നടന്ന ശിഷ്യർ പോലും ഈശോയോട് പറഞ്ഞ് അങ്ങോട്ട് പോകരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈശോ അവിടെ ചെല്ലുകയും പിന്നീട് ഈശോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സുഖപ്പെടുത്തിയതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ഈ വീഡിയോ. Not to spoil this beautiful day or anything, huh? Come on. It's a leopard. Stay back. Cover your mouth. Don't breathe his air. Don't come any closer. It's okay, John. It's okay. Rabbi, you cannot. His disease. You. Please. Please. Please don't turn away from me. I won't. Lord, if you are willing, you can make me clean. Only if you want to, I submit to you. My sister, she was a servant at the wedding. She told me what you can do. I know you can heal me if you are willing. I am willing. Be cleansed. Thank you. I knew it. I knew it. I knew it. What can I ever do? No. Do not say anything to anyone. You don't seek your own honor. Please just do me this one thing. But what do I tell people? Go. Show yourself to the priest. Let them inspect you and see that you are cleansed. Make the proper offering in the temple as Moses commanded. And go on your way. Who has an extra tunic? വീഡിയോ കണ്ടോ? എന്താ ഈശോ അതിനകത്ത് പറഞ്ഞത്? ആ കുഷ്ഠരോഗിയോട് കുഷ്ഠരോഗി ഈശോയോട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ, അല്ലേ? അതായത് ഈശോ ഒന്നും ചെയ്തിട്ടില്ല, ഈശോ സ്പർശിച്ചിട്ടില്ല, ഈശോ ഒരു കാര്യം പോലും അവിടെ ചെയ്തിട്ടില്ല. അന്ധനെ സുഖപ്പെടുത്തുമ്പോഴൊക്കെ നമുക്കറിയാം അത് ഈശോ ചെളി ഉണ്ടാക്കി കണ്ണിലേക്ക് പുരട്ടി അങ്ങനെയൊക്കെ ചെയ്തു എന്നറിയാം. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത്? ആ വചനത്താലാണ് ഈശോ സൗഖ്യം കൊടുക്കുന്നത്. അതായത് എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. ഈശോയുടെ വചനത്താലാണ് ഈശോ അവനെ വിശുദ്ധനാക്കുന്നത്. അവൻ്റെ രോഗത്തിൽ നിന്നും ഇങ്ങനെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട അവനെ ഈശോ വിശുദ്ധിയിലേക്ക്, അതായത് രോഗത്തിൽ നിന്നും അവനൊരു മോചനം നൽകി. ഒപ്പം അവൻ്റെ മനസ്സിൽ നിന്നും, അവൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഭാവത്തിൽ നിന്നുകൂടി ഈശോ അവന് സുഖം കൊടുക്കുകയാണ് ചെയ്യുന്നത്. വചനത്തിലൂടെ എങ്ങനെയാണ് ഈശോ നമ്മെ വിശുദ്ധീകരിക്കുന്നത് നമുക്ക് നോക്കാം.
ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന്. എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈശോയുടെ വചനം ശ്രവിച്ച് ഓരോരുത്തരും ആത്മീയമായും ശാരീരികമായും സൗഖ്യമുള്ളവരായി തീരുകയാണ് ചെയ്തത്. ഈശോയുടെ വചനം കേൾക്കാൻ വേണ്ടി ആയിരങ്ങൾ തിങ്ങിക്കൂടിയിരുന്നല്ലേ? നമുക്കറിയാം, ഈശോ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അത് കേൾക്കാൻ വേണ്ടി ആയിരങ്ങൾ ഈശോയുടെ പിന്നാലെ നടക്കുമായിരുന്നു. 5 അപ്പം 5000 പേർക്ക് വേണ്ടി പങ്കുവെച്ചപ്പോൾ വർദ്ധിപ്പിച്ചപ്പോഴുള്ള സംഭവം നമുക്കറിയാമല്ലോ. 5000 പേർക്ക് എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ അർത്ഥം എന്താ? ഈശോയുടെ വചനം കേൾക്കുവാൻ വേണ്ടി ഒരുമിച്ച് ചേർന്നവരായിരുന്നു അവർ, അല്ലേ? അപ്പം ആയിരക്കണക്കിന് ആൾക്കാർ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു വചനം ശ്രവിക്കുവാൻ വേണ്ടി. ഈശോയുടെ ഈ വചനം ശ്രവിച്ചവരൊക്കെ ആത്മീയമായും ശാരീരികമായും സൗഖ്യമുള്ളവരായി തീരുകയാണ് ചെയ്യുന്നത്. വചനം അഗ്നിയാണ്. നമുക്ക് നോക്കാം. സ്വർണം ഇങ്ങനെ നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണ്ണമൊക്കെ ശുദ്ധീകരിച്ചെടുക്കുകയാണെന്ന് അറിയാമല്ലേ? നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഒന്ന് നിങ്ങളുടെ പപ്പയോടോ മമ്മിയോടോ ഒക്കെ ഒന്ന് ചോദിച്ചാൽ മതി, എങ്ങനെയാണ് സ്വർണത്തെ ശുദ്ധീകരിച്ചെടുക്കുന്നതെന്ന്. നമുക്കറിയാം, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ തീക്കകത്തിട്ട് അതിനെ ശുദ്ധീകരിച്ചെടുക്കണം. ഇതുപോലെ തന്നെയാണ് വചനത്താൽ ശുദ്ധീകരിച്ചെടുക്കുന്നവർ സ്വർണം കൂടുതൽ കൂടുതൽ തിളങ്ങുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഈ വചനത്താൽ ശുദ്ധീകരിച്ചെടുക്കപ്പെടുന്ന ഓരോരുത്തരും കൂടുതൽ കൂടുതൽ തിളങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കറിയാം, അൽഫോൻസാമ്മയെ അറിയാം. അൽഫോൻസാമ്മ ഈശോയുടെ വചനം ശ്രവിക്കുകയും കൂടുതൽ സഹനത്തിൻ്റെ ഒരു ജീവിതത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ വചനം കുറേ വിശുദ്ധരെ സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലേ, ഫ്രാൻസിസ് സേവ്യറിനെ നമ്മൾ കണ്ടായിരുന്നല്ലോ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഈ ഒരു വചനമായിരുന്നു ഫ്രാൻസിസ് സേവ്യറിനെ വിശുദ്ധിയിലേക്ക് നയിച്ചത്. അങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്ന വചനങ്ങളുണ്ട്, അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ഈ വചനം വായിക്കുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകൾ നടക്കുന്നു എന്ന് സിസ്റ്റർ നേരത്തെയുള്ള ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് പ്രകാശം ലഭിക്കുന്നു, കണ്ണിന് സൗഖ്യം ലഭിക്കുന്നു. കേൾക്കുമ്പോൾ നമ്മുടെ ചെവികൾ സൗഖ്യമാക്കപ്പെടുന്നു. പിന്നെ അത് നമ്മൾ വായിക്കുമ്പോൾ, അതായത് പറയുമ്പോൾ നമ്മുടെ അധരം ശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മൾ മുഴുവനായി വിശുദ്ധീകരിക്കപ്പെടുകയാണ് വചനത്തിലൂടെ ചെയ്യുന്നത്. അതായത് ദൈവവചനം അനുസരിച്ച്, ദൈവവചനം ധ്യാനിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന ഓരോരുത്തരും വിശുദ്ധരാണ്. ഇങ്ങനെ ദൈവവചനം നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു? 2 ക്വസ്റ്റ്യൻ ആൻസറാണ് നമുക്ക് നോക്കേണ്ടത്. ഏശയ്യാ പ്രവാചകന് ദൈവത്തിൻ്റെ പരിശുദ്ധി വെളിവാക്കപ്പെട്ട കാര്യം എന്താണെന്ന് നമുക്ക് വിശദീകരിക്കണം. അത് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ്. നമുക്കറിയാം, ഏശയ്യാ ദർശനമുണ്ടായെന്നും തീക്കട്ട കൊണ്ട് അദ്ദേഹത്തിൻ്റെ അധരത്തെ സ്പർശിച്ചെന്നും ദേവാലയം മുഴുവൻ ദൈവത്തിൻ്റെ പരിശുദ്ധി നിറഞ്ഞു നിന്നിരുന്നും ഒക്കെയുള്ള ആ ഭാഗമാണ്. അതുപോലെ തന്നെ സഭ പരിശുദ്ധയായിരിക്കുന്നത് എന്തുകൊണ്ടാണ് സഭ പരിശുദ്ധയായിരിക്കുന്നത്? നമ്മൾ നോക്കിയായിരുന്നു, എന്തുകൊണ്ടാണ് സഭ പരിശുദ്ധയായിരിക്കുന്നത്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് സഭ, അല്ലേ? അതുകൊണ്ട് തന്നെ ദൈവം പരിശുദ്ധനായതുകൊണ്ട് തന്നെ സഭ പരിശുദ്ധയാണ്. അതുപോലെ തന്നെ പരിശുദ്ധനായ ദൈവത്താൽ നയിക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു. ഒപ്പം അനേകം വിശുദ്ധരാൽ സഭ സമ്പന്നമാണ്. ഇതുകൊണ്ട് തന്നെ സഭ പരിശുദ്ധയാണ്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് തന്നെ നോട്ട് ബുക്കിലേക്ക് എഴുതണം. അതുപോലെ തന്നെ നമുക്കൊരു വചനം വായിക്കാം. ഇപ്പം നമ്മൾ കണ്ട വീഡിയോയുടെ വചനമാണ് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ഇന്ന് തന്നെ അത് വായിക്കണം. എന്നിട്ട് ഈശോ വചനം അയച്ച് നമ്മെ സൗഖ്യപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മളത് അനുഭവിച്ചറിയുകയും കൂടി ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചൊരു വചനം ഇന്ന് കാണാതെ പഠിക്കാം. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഏത് വചനമാണ്? അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ കാര്യം നമുക്ക് കാണാതെ പഠിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? ഒന്ന് കണ്ണടച്ച് നിന്നേ. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ വിശുദ്ധരായിരിക്കുവാൻ ഓരോ നിമിഷവും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.